ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇപ്പോഴാണ് ഒരു വ്ളോഗ് എടുക്കാൻ ചാൻസ് കിട്ടിയത്. സോ നമ്മൾ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇനി. സോ അത് നമുക്ക് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സോ ഈ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ വ്ളോഗിങ് ആണ്. നമ്മൾ ബേസ് പറഞ്ഞാൽ വ്ളോഗിങ് തന്നെയാണ്. സോ നമ്മളിപ്പോൾ ഷോർട്സ് ആയിട്ട് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ഇട്ടുങ്ങാണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തുകൂടാൻ വിചാരിച്ചത്. സോ അങ്ങനെ നമ്മൾ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യത്തെ വീഡിയോ പറഞ്ഞാൽ അൽഗോരിതമാണ്. പക്ഷേ രണ്ടാമത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളൊരു വ്ളോഗിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. സോ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. സോ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇതായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് എന്ത് ചെടിയാണെന്നും ആർക്കും അറിയില്ല. സോ ഞാൻ കാട്ടിത്തരാം. ഈ കാണുന്ന ചെടിയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായി യൂസ് ചെയ്യാറുള്ളത്. സോ ഇത് എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കൊണ്ടുവന്ന് നട്ടുണ്ടാക്കിയതാണ്. സോ കുറേ കാലമായിട്ട് നാട്ടിലും പെരക്കാർക്കൊന്നും യൂസ്ഫുൾ ഇല്ലേനി. ഞാനും കുറേ മുറിച്ചോ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്കിതിൻ്റെ യൂസ്ഫുൾ എന്ന് മനസ്സിലാക്കിയത്. സോ എന്താ വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഈ കാണുന്ന ഒരു പുറത്ത് നല്ല വ്യൂ തന്നെ ആക്കും. എന്താ വെച്ചാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ കുറേ ക്രിയേറ്റേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത്രത്തോളം പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അതൊക്കെ ഞാൻ ഓരോ വൺ ബൈ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ റൂമിലേക്കൊന്ന് പോയി നോക്കാം. ജസ്റ്റ് ലേറ്റ് അവിടെ നമുക്ക് ഓരോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണം. എങ്ങനെയാ വെച്ചാൽ നമ്മൾ ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്യണതാണോ അല്ലെങ്കിൽ ബ്രാൻഡായിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ ഓൾക്കൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു ബ്ലോഗിൻ്റെ അടിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് ഇത്രത്തോളം പ്രൊമോഷൻസ് കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ഹെഡ്ഫോണാണ്. അതുപോലെ തന്നെ ഒരു ഐഫോൺ വാച്ചാണ് സീരീസ് 11. ഇത് ഫുഡ്സിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ലെബാൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കാണ്. ഇത് എസറിൻ്റെ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു എസറിൻ്റെ പെർഫ്യൂമാണ്. അതുപോലെ തന്നെ ഇതൊരു ബോട്ടിൻ്റെ ഹെഡ്ഫോണ്, അതുപോലെ നോർമൽ ഹെഡ്ഫോണ്, അതുപോലെ തന്നെ ഒരു മാർഷൻ്റെ സ്പീക്കർ ഉണ്ട്. സോ അതിൻ്റെ ബാക്കിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റാണ് ഒരു വയർലെസ് പവർ ബാങ്ക്. സോ ഇത് ഞാൻ യൂസ് ചെയ്യാത്ത എന്താ വെച്ചാൽ അടിപൊളി ഐറ്റം തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമുക്ക് എൻ്റെ ഫോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കാട്ടിത്തരാം. എൻ്റെ ഫോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്ലാസി ടൈപ്പാണ്. സോ കണ്ടോ, ഒരു ഗ്ലാസി ടൈപ്പ് സ്ട്രക്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിൽ കാണുന്നില്ല. ഒരു ഗ്ലാസി ടൈപ്പ് സ്ട്രക്ചറാണ് എൻ്റെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ വയ്ക്കുന്നില്ല. ഇതൊരു മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷേ ചാർജും കാര്യങ്ങളൊക്കെ കയറും. സോ അടിപൊളി തന്നെയാണ്. പക്ഷെ ഒരു മാഗ്നറ്റ് അറ്റാച്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. ഇത് സീരീസ് 11ൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് പവർ ബാങ്കിൻ്റെ ബോക്സ്. ഇതാണ് എൻ്റെ അനിയനൊരു ഗിഫ്റ്റ് കൊടുത്തൊരു അടിപൊളി ഐറ്റാണ്. ഒരു RC കാറ്. അതുപോലെ തന്നെ 2 സ്നീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പ്രൊമോഷനിൽ ഏറ്റവും വലിയൊരു ഐറ്റാണ് ഈ കാണുന്ന ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. സോ ഇതും എനിക്ക് കിട്ടിയത് തന്നെയാണ്. പിന്നെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഞാൻ കാണിച്ചു തരാം. ഇതൊരു MBRൻ്റെ ഒരു ഷൂ ക്ലീനിങ് ഫോമാണ്. അതിൻ്റെ പോലെ തന്നെ ബാക്കിലൊരു ഗിഫ്റ്റിൻ്റെ ഒരു കാക്കാൻ്റെ അമ്മേൻ്റെ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ കിട്ടി. ഇവർക്കൊക്കെ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് കിട്ടത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ എന്ന സംഭവം ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിട്ടില്ല. എന്താ വെച്ചാൽ ഓൾക്ക് ഫുൾ ഫെയിം മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ യൂട്യൂബിൽ നമുക്ക് ഫെയിമും കിട്ടും, അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ പ്രൊമോഷൻ എങ്ങനെ കിട്ടുക വെച്ചാൽ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് മെസ്സേജ് അയച്ച് നോക്കിയാൽ മതി. സോ നാളെയാണ് നമുക്ക് പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു പെരുന്നാളിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു വ്ളോഗ് തന്നെ നമ്മൾ ചാനൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മൾ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചാനലിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അടിപൊളിയുള്ള വ്ളോഗ് തന്നെ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ജസ്റ്റ് എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നാളെ മുതലാണ് നമ്മൾ ശരിക്കുള്ള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുഴക്കിലാണ്. ജസ്റ്റ് ഇപ്പം ഞാൻ
ഒന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് മൈ ടുഡേ. എന്താ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.